എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. റവ കൊണ്ട് ഇന്നൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ? അതും അരമണിക്കൂർ സമയം പോലും വേണ്ട ഈ പലഹാരം ഉണ്ടാക്കാൻ. നല്ല സുന്ദരമായ പലഹാരം നമുക്ക് രാവിലെ കാപ്പിക്ക് വേണേലും ഉണ്ടാക്കാം. 4 മണി പലഹാരമായിട്ട് വേണേലും ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് റവ, ഇതുപോലെ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവ, 2 പേർക്ക് കഴിക്കാൻ ഇതും ധാരാളം മതി. ഇനി ഒരു 3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മുളകിൻ്റെ പകുതി. ഇതൊക്കെ എരിവ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റ്. ഇനി ചിരകിയ തേങ്ങയാണിത്. ഒരു 2 ടേബിൾ സ്പൂണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. പാകത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഡ്ഡലി പരുവത്തിനാണ് ഇത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് അരയ്ക്കാൻ. കണ്ടോ, ഇവിടെ ഞാൻ മാവ് തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയാൽ. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തേങ്ങയും കൂടെ ഇട്ട് ഇങ്ങനെ അരച്ചുണ്ടാക്കിയാൽ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം എടുത്തവൻ കണ്ടോ, കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. കണ്ടോ, പാകത്തിന് വെള്ളമാണ്. ഇഡ്ഡലിയുടെ അതേ പരുവത്തിൽ. ഇത് നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കിയാൽ ദോശ പോലെ വേണമെങ്കിലും ചുട്ടെടുത്ത്. ഞാൻ ഇഡ്ഡലിയുടെ തട്ടിലല്ല ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു ബൗളിലാണ് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്കുണ്ടാക്കാം. ഈ സമയത്ത് ഞാൻ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബൗളിൽ ഒഴിക്കുമ്പോൾ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതല്ല ഇഡ്ഡലി പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കറുത്ത മുന്തിരി ഓരോന്നിട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും റവ. കണ്ടോ, 10 മിനിറ്റിന് ശേഷം തുറന്നപ്പം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, കണ്ടറിയാമല്ലോ. ഇനി അത് ബൗളിൽ നമുക്കൊന്ന് വെടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാമല്ലോ. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ചമ്മന്തി അരച്ച് നമുക്ക് ഇഡ്ഡലി പോലെ കഴിക്കാം. അതുമല്ല സോസ് കൂട്ടി 4 മണിക്ക് വേണമെങ്കിലും കഴിക്കാം. കണ്ടോ, മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ആകും കണ്ടോ, നല്ല സൂപ്പർ ആയിട്ട് നന്നായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. വീണ്ടും കാണാം. താങ്ക് യു.